You what's up boys and girls? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണം. By the way, I am Captain, Kapitan of this brand and we are going to review over 500 businesses. സംഭവം എന്താന്ന് പറയാം. Last day ഞാനൊരു വീഡിയോ പബ്ലിഷ് ചെയ്തു. We are going to make my 1 lakh rupees. Actually 0 to lakh എന്ന് പറയുന്ന ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒബ്വിയസ്ലി ഒരു ചലഞ്ച് വീഡിയോ ആണ്. ഐ ഹോപ്പ് എവരി വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ആൻഡ് ഇതെങ്ങനെയാണ് ചെയ്യണേ എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. മനസ്സിലായ? ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞാൻ എൻ്റെ ഫസ്റ്റ് ലാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ആൻഡ് എങ്ങനെ, എന്തിന്, എപ്പോൾ, എങ്ങനെയൊക്കെ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യണേ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിലോട്ടേക്ക് നമ്മൾ എത്തുന്നത് എന്ന്. അപ്പോൾ ഇൻ കേസ് അത് മനസ്സിലാത്തവരോ കാണാത്തവരോ ആ ഒരു വീഡിയോ ജസ്റ്റ് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഒന്ന് പോയി കണ്ടാൽ മതി. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യു ആർ ഒബ്വിയസ്ലി ക്രിയേറ്റിംഗ് എ പവർഫുൾ പ്രൊഡക്റ്റീവ് കമ്മ്യൂണിറ്റി ഫ്രം കേരള ഓൾസോ. ഓക്കെ, അപ്പോൾ ബി എ പാർട്ട് ഓഫ് ദാറ്റ്. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആദ്യത്തെ 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പോവാണ് ത്രൂ ഓൺലൈൻ. മീൻസ് 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പോവാണ് ആൻഡ് ഫീച്ചർ ഇറ്റ് ഇൻ ഓൺലൈൻ. നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ വി ആർ ഗോണ റിവ്യൂ ബിസിനസ്. നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ ഒരുപാട് മൈക്രോ ബിസിനസ്സുകളുണ്ട്. അതിൽ ഒരുപാട് ബിസിനസ്സുകൾക്ക് ഒരു രീതിയിലും റെക്കഗ്നേഷൻ കിട്ടുന്നില്ല, അവർക്ക് ഒരുപാട് ആൾക്കാരിലോട്ടേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഈ ഒരു മൈക്രോ ബിസിനസ്സുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, മൈക്രോ ബിസിനസ്സുകളെ ഒരു ഓൺലൈൻ സ്ട്രീമിലോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഡിജിറ്റൽ റെവല്യൂഷൻ ടൂൾ കിറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റൊക്കെ ഡെവലപ്പ് ചെയ്ത് അത് ഞാൻ നിലവിൽ ഇപ്പോൾ ഹോൾഡിൽ വെച്ചേക്കാണ് ഡ്യൂ ടു സം പെർട്ടിക്കുലർ സിറ്റുവേഷൻസ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സീരീസിൽ എന്നാൽ അവരെ ഹെൽപ്പ് ചെയ്തുകൂടാതെ. എൻ്റെ ഒരു സ്കിൽ ലെവൽ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടന്റ് ക്രിയേഷൻസ്, ഫിലിം മേക്കിങ് എൻ്റെ ഒരു സ്കിൽ ലെവലാണ്. പിന്നെ സ്കിൽസ്, അതായത് ഒരു ഓൺട്രപ്രണറിയൽ സ്കിൽ സെറ്റൊക്കെ ഞാൻ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രൈമറി സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് ആണ്. അപ്പം ഞാൻ ഈ ഒരു ടാസ്ക് കുറച്ചധികം നാൾ മുന്നേ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരുന്നു. പക്ഷേ അതെന്ന് പറയുമ്പോഴത്തേനും ഞാനൊരു ലാർജ് സ്കെയിലായിരുന്നു പ്ലാൻ ചെയ്ത്. ഞാൻ ഓരോരോ ബിസിനസ്സുകളുടെ അടുത്ത് പോയിട്ട് അവർക്ക് ഷോർട്ട് ഫോം കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ബിസിനസ്സിൻ്റെ അടുത്തുനിന്ന് മീൻസ് ഒരു വീഡിയോയ്ക്ക് ഒരു 500 ചാർജ് ചെയ്യാം. ആ ഒരു 500 ചാർജ് ചെയ്ത് ഞാനിങ്ങനെ ഒരു 1 lakh മേക്ക് ചെയ്തിട്ട് അതൊരു ഒറ്റ വീഡിയോ ആയിട്ട് ഉണ്ടാക്കാൻ വന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. വളരെ ചെറിയൊരു സിറ്റുവേഷനിലും പ്രൊഡക്ഷനിലും നിൽക്കണം ഞാൻ ഇത്ര വലിയൊരു പ്രോജക്ട്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പൊട്ടിപ്പോയി. ഇപ്പം ഡ്രോപ്പ് ചെയ്യേണ്ട വന്നു. ഈ തവണ ഞാൻ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ട്രാവലിംഗ് ഞാൻ ഫീച്ചർ ചെയ്ത് പോകാം. ഇനിയിപ്പം നമ്മൾ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റിയിലോട്ടേക്കും കൂടെ ആണ് ശ്രദ്ധിക്കുന്നത്. നമ്മൾ ഒരു ബേസിക് ക്വാണ്ടിറ്റി മീൻസ് ക്വാളിറ്റി എല്ലാ ഒരു കോണ്ടന്റിലും കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ക്വാളിറ്റി മുന്നോട്ടേക്ക് കൊണ്ടുവരും ചെയ്യണം. പക്ഷേ ക്വാണ്ടിറ്റി ഉണ്ടാവണം, കൺസിസ്റ്റൻസി ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ ബ്രാൻഡ് ഡെവലപ്പ് ആവുള്ളൂ. അല്ലേ നിങ്ങളിലോട്ടേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോയും എത്തണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒരു രീതിയിൽ പോകാം. കാര്യങ്ങൾ വലിച്ചു നീട്ടുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ചെറിയ മൈക്രോ ബിസിനസ്സുകളിൽ റിവ്യൂ ചെയ്ത് അവരുടെ അടുത്ത് നിന്ന് ചെറിയൊരു റെമ്യൂണറേഷൻ മേടിച്ചിട്ടാണ്. എങ്ങനെയുണ്ട് ഐഡിയ? ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പ് ഞാൻ റിവ്യൂ ചെയ്യുന്നതിന് ഞാൻ അവരുടെ അടുത്ത് നിന്ന് 200 രൂപ മാത്രമായിരിക്കും ചാർജ് ചെയ്യാൻ പോണേ. അപ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എന്താണ് കാര്യങ്ങൾ, എങ്ങനെയാണ് കാര്യങ്ങളുടെ. ഓക്കെ, അതിലോട്ടേക്ക് ഞാൻ വരാം. അപ്പം എൻ്റെ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു പ്രസൻറ്റ് സ്റ്റേജിൽ ലോങ് ഫോം കോണ്ടന്റിന് ഓൾമോസ്റ്റ് ഒരു 150 to 200 ആവറേജ് വ്യൂസ്, ഷോർട്ട് ഫോം കോണ്ടന്റുകൾക്ക് 250 to 500 ആവറേജ് വ്യൂസും ഉണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഫോം കോണ്ടന്റുകൾ 1K റീച്ചിലോട്ടേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് റീസെൻ്റ്ലി കുറേ വീഡിയോസിലോട്ടേക്കൊക്കെ എത്തുന്നുണ്ട്. അപ്പം അത്രയും ഒരു റീച്ച് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. ആൻഡ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ 200 രൂപ എന്ന് പറയുന്നത് വളരെ മീൻസ് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജാണ്. ആ ഒരു ചാർജിൽ ഞാൻ മൈക്രോ ബിസിനസ്സുകളെ റിവ്യൂ ചെയ്യുമ്പോഴത്തേനും ഞാനൊരു പെർട്ടിക്കുലർ സ്പോട്ട് എടുത്തിട്ടായിരിക്കും ഗ്രൂപ്പ് ഓഫ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലൊക്കേഷനിൽ നമ്മുടെ വീഡിയോ കുറച്ചും കൂടെ കൂടുതൽ കിടന്ന് കറങ്ങും. ആൻഡ് ഓരോരോ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ വ്യൂവർഷിപ്പും മീൻസ് ചാനലിൻ്റെ സ്ട്രെങ്ത്തും കൂടും. അപ്പം അവരുടെ വീഡിയോ ഒരു 200 പേരിലോട്ടേക്ക് എത്തിയാൽ പോലും അവരുടെ ബിസിനസ്സിനെ അറിയുവാണ്. അപ്പം 200 പേർക്ക് 200 രൂപയ്ക്ക് 200 to 500 പേരിലോട്ടേക്ക് അവരുടെ ബിസിനസ് ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്തോരമായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ ഒരു 200 രൂപയ്ക്ക് ഒരു ഷോപ്പ് പോയി റിവ്യൂ ചെയ്യും, അല്ലെങ്കിൽ ഒരു ബിസിനസ് പോയി റിവ്യൂ ചെയ്യും. എൻ്റെ പ്ലാറ്റ്ഫോമിൽ
ലോങ് ഫോം കോണ്ടന്റ് ആയിട്ടും ഷോർട്ട് ഫോം കോണ്ടന്റ് ആയിട്ടും ഞാനത് അപ്ലോഡ് ചെയ്യും. അതാണ് ബേസിക്കലി ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ സീരീസിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് 1 lakh എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയയിലോട്ടേക്ക് എനിക്ക് എത്തണമെങ്കിൽ എനിക്ക് 500 ബിസിനസ്സുകളിൽ റിവ്യൂ ചെയ്യണം. 500 ബിസിനസ്സുകളിൽ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് 1 lakh എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. വലിയൊരു ടാസ്ക്കാണ്, എനിക്കറിയാം. നോക്കാം നമുക്ക് എന്താവുമെന്ന്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവ്യൂ മാത്രമല്ല, നമ്മൾ നല്ല രീതിയിൽ മൈക്രോ ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഒരു എക്കണോമിയിൽ വലിയൊരു പാർട്ടാണ്. മൈക്രോ ബിസിനസ്സുകളും കൂടെ നമ്മൾ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്ത് അവർ ഒരു മെയിൻ സ്ട്രീമിലോട്ടേക്ക് വരണം. ആൻഡ് ഈ ഒരു കോർ ഫാക്ടറി എൻ്റെ ഉള്ളിലുള്ള കാരണമാണ് ഞാൻ ഈ ഒരു പരിപാടി ഇവിടെ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ബിസിനസ് ഓണേഴ്സും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബിസിനസ് ഓണേഴ്സിനേക്കാളും കൂടുതൽ എനിക്ക് എൻ്റെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്ന എൻ്റെ ഓഡിയൻസ് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, ഇവരുടെ ഒരു സപ്പോർട്ടും ഇവരുടെ ഒരു കോൺസ്റ്റൻറ്റ് ഫീഡ്ബാക്കും നിങ്ങളുടെ ഒരു ഐഡിയാസുമാണ് എനിക്ക് വിലപ്പെട്ടത്. കാരണം എൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ മാത്രം ഗ്രോത്ത് അല്ല. ഞാൻ എത്രത്തോളം ഗ്രോ ആവുന്നു അതനുസരിച്ച് എൻ്റെ കൂടെ നിൽക്കുന്നവരെയും ഗ്രോ ആക്കും. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരാൾക്ക് എനിക്ക് നാളെ വലിയൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ.